ഗുണ്ടു എൻ്റെ ചെരുപ്പ് തിന്ന് കറമ്പി. അതുകൊണ്ട് ഞാൻ പുതിയ ചെരുപ്പ് മേടിക്കാൻ പോകുന്നു. നീ ഒരുത്തൻ കാരണം ഈ യാത്ര ഇപ്പം നോക്കിക്കോ. എനിക്ക് നാളെ ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ ചെരുപ്പെല്ലാം ദാ ഇവ ഇങ്ങനെ നശിപ്പിച്ചിട്ടേക്കുവാണ്. അപ്പോൾ എനിക്ക് നാളെ ഇട്ടുകൊണ്ട് പോകാൻ പൊക്കമുള്ള ചെരുപ്പൊന്നും ഞാൻ അങ്ങനെ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിതാ ചെരുപ്പ് മേടിക്കാൻ പോവുകയാണ്. ഈ അവസ്ഥയാണ് എൻ്റെയും കുഞ്ഞുവിൻ്റെയും ചെരുപ്പ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മേടിക്കണം. അതുകൊണ്ട് ഞാനും അമ്മയായിട്ട് കടയിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അമ്മ വണ്ടി തിരിച്ചിങ്ങനെ നമുക്കൊരു കണ്ടില്ലേ ഒരു തേരിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് അങ്ങോട്ട് വണ്ടി കയറിയത്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു കാരക്ക മരമുണ്ട്. നിങ്ങൾക്ക് കാരക്ക ഇഷ്ടമാണോ? എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കാരക്ക പഴുത്തിട്ട് കാറ്റടിക്കുമ്പോൾ കണ്ടില്ലേ, കാറ്റടിക്കുമ്പോൾ വന്ന് വീഴും. അപ്പം ആൻറ്റി പറഞ്ഞിട്ടുണ്ട് എടുത്തോളാൻ. അതുകൊണ്ട് ഞങ്ങളിതാ പോയി അവിടെ നിന്ന് പറക്കുവാണ്, നുള്ളി പറക്കണം. ഒരുപാട് കാരക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നുള്ളിപ്പറക്കി ഇതാ കണ്ടോ, ഇത്രയും ഫസ്റ്റ് കിട്ടി. വീണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഇത് ഭയങ്കര ഇഷ്ടമായി. വീണ്ടും കിട്ടി. സന്തോഷം അവളെ. ഇത് അവിടെ റോഡ് സൈഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ പോയി പറക്കിയില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല. അത് വേറെ ആരെങ്കിലും എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറക്കിയെടുത്ത് ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ ബാങ്കിലാണ് പോയത്. അമ്മയ്ക്ക് ഇവിടെ എന്തൊക്കെയോ ആവശ്യമായിട്ടൊക്കെ വന്നതാണ്. അങ്ങനെ കുറേ നേരം നല്ല തണുപ്പത്തൊക്കെ ഇരുന്നു. അമ്മയുടെ പരിചയമുള്ള ആരെയൊക്കെ കണ്ട് അങ്ങനെ സംസാരിക്കുന്നു. ഞാൻ അമ്മയ്ക്ക് ഫോം പൂരിപ്പിച്ചു. അവിടുത്തെ കാര്യം കഴിഞ്ഞ് നമ്മളിനി അടുത്ത ബാങ്കിൽ പോവുകയാണ്. അടുത്ത ബാങ്ക് പിന്നെ ഇനി വെള്ളറുടയിലാണ്. അപ്പോൾ അവിടെയും ഇതേപോലെ ബാങ്കിൽ കയറുവാണ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു. സാധാരണ ബാങ്ക് ഇത് അമ്മയുടെ അയൽക്കൂട്ടത്തിന്റെ കാര്യത്തിനായിട്ട് വേണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു നല്ലൊരു സ്ലോമോ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന്. അങ്ങനെ അമ്മ എടുത്ത വീഡിയോ ആണ് ഗൈസ്. ഞാൻ അത് സ്ലോ മോഷനിൽ ഇട്ടേക്കുവാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് എന്താ വാങ്ങിക്കണം, ചെരുപ്പ് മേടിക്കാൻ പോകണം. അതിനു മുമ്പ് ഞങ്ങളൊരു കുഞ്ഞു കടയിൽ കയറിയായിരുന്നേ. അവിടെ എല്ലാത്തിനും നല്ല വില കുറവാണ്. അപ്പം ഇതിനൊക്കെ 30 രൂപയൊക്കെ ഉള്ളൂ. ഈ വളയ്ക്ക് 20 രൂപ, വള 20 രൂപ. വള 20 രൂപ. പിന്നെ 5 രൂപയാണ് കയ്യിലിരുന്ന. പിന്നെ സ്ലൈഡ് ഇതൊക്കെ 10 രൂപയും 5 രൂപയൊക്കെ ഉള്ളൂ. അപ്പം നല്ല വിലക്കുറവില് ഒരു മാമനാണ് കേട്ടോ നടത്തണം. അപ്പം ഇത് 10 രൂപ. അമ്മയ്ക്ക് അറിയൂ ഗൈസ് വിലയൊക്കെ. ഞാനൊക്കെ ഇങ്ങനെ നോക്കി. ഇത് 70 രൂപ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് 10 രൂപ. അപ്പം ഇത് 30 രൂപ. കമ്മലെല്ലാം ഇപ്പൊ കാണിക്കുന്നതെല്ലാം 30 രൂപയുടെയാണ്. എല്ലാം നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് മാച്ചിങ് ഡ്രസ്സിനൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ പോയാൽ മതി. പെട്ടെന്ന് സ്ഥലം പറഞ്ഞില്ല, പനച്ചമൂട്ടിലാണ്. പനച്ചമൂട്ടിലെ ആ മാർക്കറ്റിന്റെ അവിടെയാണ് കേട്ടോ. അപ്പൊ ഈ ചോപ്പറൊക്കെ 100 രൂപയൊക്കെ ഉള്ളു. അപ്പം ഞങ്ങൾ കുറച്ച് കാര്യങ്ങള് ഇങ്ങനെ ജസ്റ്റ് പർച്ചേസ് ചെയ്ത്. ആ മാമനാണ് കേട്ടോ കടയുടെ ഓണർ. അപ്പം ചന്തക്കകത്താണ് ഇരിക്കുന്നത് പനച്ചമൂട്. അപ്പോൾ ഞങ്ങൾ പിന്നെ രാമചന്ദ്രയെ കയറി. നമ്മുടെ പുതിയ രാമചന്ദ്രാണ് കേട്ടോ. നമ്മുടെ പനച്ചമൂടിൽ ഇപ്പം സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ, ഓപ്പണിംഗ് ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഞാൻ വന്നിട്ടില്ല, പക്ഷെ അമ്മയും അച്ഛനും ഒക്കെ വന്നു. അപ്പോൾ ഞാനൊന്ന് എനിക്ക് അകത്ത് കയറി നോക്കണമെന്നുണ്ടായിരുന്നു. നല്ല കളക്ഷൻസും ഓഫേഴ്സും ഉള്ളൊരു ടൈമാണ്. കാരണം ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. എല്ലാം 449 രൂപയ്ക്കൊക്കെ ഇടയിലുള്ള നമുക്ക് സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പിന്നെ ടീഷർട്ട് ആയാലും 100 രൂപ 200 രൂപയുടെ താഴെയാണ്. 549 രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റൊക്കെയാണ് വരുന്നത്. അപ്പം വിലക്കുറവാണ് ഗൈസ്, നല്ല വിലക്കുറവാണ്. പിന്നെ ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെയൊക്കെ ചുറ്റിക്കറങ്ങി. ഇവിടെ ഗ്രോസറി ഷോപ്പിങ്ങിലൊക്കെ വന്ന് കുറേ കുപ്പികളൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. എനിക്കിതൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പോത്തീസിൽ പോയി ഇതേപോലെ ഈ ഒരു എന്താ വെച്ചാൽ ഈ വെജിറ്റബിൾസ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നിടത്താണ്. എനിക്ക് ഗേൾസ് ഐറ്റംസിനെക്കാളും ഈ ഐറ്റംസിൽ വന്ന് കാര്യങ്ങൾ നോക്കാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ കൊണ്ടുപോകണുണ്ട്. എൻ്റെ അമ്മ അവിടെ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് എനിക്കും അവിടെ പോയി സാധനങ്ങളെ വിലയൊക്കെ നോക്കാനും ഒക്കെ ഭയങ്കര എന്ന് പറയുമ്പോൾ അമ്മ ഇത് വിലക്കുറവാണ് അങ്ങനെയാണ്. പിന്നെ നമ്മൾ കുറച്ച് കോവയ്ക്ക് എടുത്ത്. എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോവയ്ക്ക. പിന്നെ ഞങ്ങളൊരു ചീര എടുത്തു. പിന്നെ കോളിഫ്ലവർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതാ നുള്ളിപ്പറക്കി അമ്മ എടുക്കുന്നുണ്ടായിരുന്നു. ഗ്രീൻ പീസ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ കുഞ്ഞു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചത്, തുണിയോ ഒന്നും അല്ല വാങ്ങിച്ചത്. ഞങ്ങളിതാ ഇവിടെ ഷോപ്പിങ്ങിന് വന്നതെന്ന് വെച്ചാൽ ഇതാണ്. അടുത്ത് നമ്മളിനി നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ചെരുപ്പ് വാങ്ങിക്കാൻ വന്നു. നമ്മൾ ഒരുപാട് ചെരുപ്പ് എടുത്തു. എനിക്ക് ആ പർപ്പിൾ ഇഷ്ടപ്പെട്ടു, പച്ച ഇഷ്ടപ്പെട്ടു. എന്നാലും ഒന്നും കൂടെയൊക്കെ നോക്കി. അപ്പോൾ ഇതാണ് സിറ്റി ഫുഡ് വെയർ ആണ് പനച്ചമൂട്ടിൽ. അവിടെ നിന്നാണ് മേടിച്ചത്. നല്ല വിലക്കുറവാണ് കേട്ടോ അവിടെ ചെരുപ്പിനൊക്കെ. പിന്നെ ഇതാണ് നമ്മളെ പഴയ ചെരുപ്പ്. എനിക്കും കുഞ്ഞുവിനും ഒരുപോലെ വാങ്ങിക്കാൻ എന്തോ ഒരു രസമാണ് കേസ്. അതുകൊണ്ടല്ല അവള് പിണങ്ങും, ഇത് വേണോ അത് വേണോ എന്നൊക്കെ ഉള്ള ഒരു
പ്രശ്നമുണ്ട് അവൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഇപ്രാവശ്യം ഒരുപോലത്തെ ചെരുപ്പ് തന്നെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു ഗൈസ്. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലത്തെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വെള്ളറുടെ എത്താറായപ്പോഴത്തേക്കും മഴ സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒതുങ്ങി നിന്നപ്പോൾ അവിടെ വെള്ളറുടെ പോലീസ് ഓഫീസർ ആണെന്ന് തോന്നുന്നു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പോലത്തെ സംഘടിപ്പിച്ച് അവിടെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫിഷ് മേടിക്കാൻ കയറി. അമ്മ എന്തൊക്കെയോ മേടിച്ചു. പിന്നെ അവിടെ ഒരു ഞണ്ടിരിക്കുന്ന കണ്ടു ഗൈസ്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില 200 രൂപ. പിന്നെ അമ്മ അവിടെ അങ്ങ് പയ്യെ വെച്ചിട്ട് ഇങ്ങ് പോന്നു എടുത്ത സാധനം. പിന്നെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കേട്ടോ അടുത്ത് കയറിയത്. അല്ല വീഡിയോ എടുക്കുന്നത് കുഴപ്പമില്ല. നല്ലൊരു സ്നേഹമുള്ള ആൻറ്റി അല്ലേ. ഞങ്ങൾ എപ്പോൾ പോയാലും ആൻറ്റി ആയിരിക്കും ഞങ്ങൾക്ക് പെട്രോൾ അടിച്ചു തരാൻ നിൽക്കണത്. അങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു ഗൈസ്. പിന്നെ അതാ നമ്മളെ ഗുണ്ടു, ഞങ്ങൾക്ക് അവിടെ ഒരു കപ്പ് കേക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരണതുപോലെ അവനും നോക്കിയിരിക്കും, അവനും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തരൂലേ, എനിക്കില്ലേ എന്നും പറഞ്ഞാണ് അവൻ നോക്കണത്. പിന്നെ അമ്മയും കഴിച്ചു. അമ്മയ്ക്കുള്ള പങ്കും കഴിഞ്ഞ് ഇതാ ഗുണ്ടുവിനുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും നേരം പേഷ്യൻ്റായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. കണ്ട അവനുള്ളതും കിട്ടി. പിന്നെ ഇനി ഓക്കെ കഴിഞ്ഞോ തീർന്നോ എന്നൊക്കെ ഉള്ള ഒരു കുറഞ്ഞു പോയതിൻ്റെ ഒരു വിഷമം. അടുത്ത ദിവസമാണ് പുതിയ ചെരുപ്പൊക്കെ ആയിട്ട് ഇന്റേൺഷിപ്പിന് പോകണം ഗൈസ്. അപ്പം അച്ഛൻ പോയായിരുന്നു, രാവിലെ പോയായിരുന്നു. ഞാനൊരു 8 മണിക്കാണ് ബസ്സിൽ കയറിയത്. അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേട്ടനും ഉണ്ട്. അതുകൊണ്ട് അച്ഛൻ ആ ചേട്ടനെയും കൊണ്ടുപോയി. ഞാനിവിടെ എല്ലാ ബ്ലോക്കിലും പെട്ട് ഇതാക്കണ്ടോ. ഒരു 2-3 ബ്ലോക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ട്രിവാൻഡ്രം ഒരു 8 മണിക്ക് വണ്ടി കയറിയ ഞാൻ ഒരു 10:30 ആയപ്പോൾ ട്രിവാൻഡ്രം എത്തി. നമ്മൾ ഇനി അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അച്ഛന് ഭയങ്കര ടെൻഷനാണ്. എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ എവിടെയും വിടാത്തതുകൊണ്ട് തന്നെ അച്ഛൻ ജോലിയുടെ അടുത്ത് ഒരു 10:30 ആയപ്പം എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. എന്നിട്ട് എത്തുമ്പോൾ പറ ഞാൻ വന്നോളാം, വന്ന് വിളിച്ചുകൊണ്ട് ആക്കിക്കോളാം. കാരണം എനിക്ക് ഊറ്റൂരി ഹാൻഡെക്സിലാണ് ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ആ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോവുകയാണ്. എന്നിട്ട് കുറച്ചു ദൂരം എത്തിയപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നാണ് എന്നും പറഞ്ഞിട്ട് ബാക്കി നിങ്ങൾ കേട്ടു. അമ്മ പറഞ്ഞ വിളിച്ച് ഇങ്ങോട്ട് അമ്മ 50 രൂപ വന്നു. താങ്ക് യു, ബൈ ബൈ. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു 500ഉം ഒരു 50 രൂപയും കൈ തന്നായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് 500 രൂപ ചിലവാക്കാൻ ഒരു മടി. അപ്പോൾ അച്ഛൻ്റെ 100 രൂപ 200 രൂപ കാണുമല്ലോ. അങ്ങനെയാണ് അച്ഛൻ തന്നിട്ട് പോയത്. പിന്നെ ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഇതാണ്ട് ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് ഇതാ പോവുകയാണ്. സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല ഞാൻ ഈ ക്യാമറ ഓണാക്കിയിട്ടാണ് പോണേന്ന്. അങ്ങനെ ഇതാ എൻ്റെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത് കേട്ടോ. അതാണ്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, എൻ്റെ കൂടെ വരുന്നതാണ് മനീഷ്, എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. ഇനി ഒരാളും കൂടെ ഉണ്ട്, അഭിഷ. അങ്ങനെ ഞങ്ങൾ 3 പേർക്കുമാണ് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 3 പേരുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങളിവിടെ ഒരു റിപ്പോർട്ട് നോക്കുവാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഹാൻഡെക്സ് ഊട്ടൂഴി. പിന്നെ ഞങ്ങൾ നടന്ന് വീട്ടിലോട്ട് പോണ വഴിക്ക് നമുക്കിനി തമ്പാനൂർ വരെ നടക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ വെച്ച് കണ്ടതാണ്. ഞാൻ ഇന്നലെ കണ്ടില്ലായിരുന്നു. ഇത് വാങ്ങിച്ചപ്പോൾ 36 രൂപയായിരുന്നു കിലോയ്ക്ക്. ഇതാ ഇവിടെ ഫ്രീ ആയിട്ട് റോഡ് സൈഡിൽ കിടക്കുന്നു. ആർക്കും വേണ്ട. അത് എന്തുമാത്രം പോഷക ഗുണമുള്ള സാധനമാണെന്നറിയോ. അവസാനം അവള് 3 എണ്ണം പറിച്ചത് എന്നെ കൊണ്ട് കളയിപ്പിച്ചിട്ടാണ് ഗൈസ് വന്നത്. പിന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും തണുത്തത് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഒരു കോംബോ ഓഫറാണ് ഗൈസ്. നാരങ്ങ വെള്ളവും ലെമൺ ജ്യൂസ് ലൈം ജ്യൂസ് ആൻഡ് ഇത് എന്തോ ബണ്ണു ഷവർമയെന്നോ അങ്ങനെ എന്തോ ആണ് പേര് കേട്ടോ, എനിക്കറിയത്തില്ല. ആ സാധനമായിരുന്നു. ഇത് രണ്ടും കൂടെ 49 രൂപ. അപ്പം ഞങ്ങൾ അതൊക്കെ കുടിച്ചു. പക്ഷെ പെട്ടെന്ന് അത്രയും ക്വാണ്ടിറ്റി ഉള്ള വെള്ളം ആയതുകൊണ്ട് വയറ് ഓക്കെ ഫുള്ളായി. പിന്നെ ഞങ്ങൾ നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നമ്മുടെ ബസ് ഉണ്ടായിരുന്നു, കൂട്ടപ്പ് ബസ്. അപ്പോഴത്തേക്കും എനിക്ക് 2-3 ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ഗേസ് വണ്ടി ഇരുന്ന്. അപ്പോൾ അവരെയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെനിക്ക് താറ്റയൊക്കെ തന്നിട്ട് പോയി. പിന്നെ എൻ്റെതാണ് കേട്ടോ അവസാന സ്റ്റോപ്പ്. അതുകൊണ്ട് തന്നെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം, കാരണം എൻ്റെതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇതുപോലെ ഒരുപാട് സാഹചര്യങ്ങൾ വരാറുണ്ട്. എന്നും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വീടെത്തിയപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടി അമ്മയും നമ്മുടെ ഗുണ്ടു, നമ്മുടെ മെയിൻ ക്യാരക്ടറും ഉണ്ട്. ആൾ ചാടി ഇറങ്ങാനൊക്കെ ശ്രമിച്ചു, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. അതുകൊണ്ട് അമ്മ അവിടെ തന്നെ പിടിച്ചു നിർത്തിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്.
പിന്നെ അവൻ നല്ല ആളാണ് കേട്ടോ, നിങ്ങൾക്കറിയാലോ വണ്ടി കയറിയ പിന്നെ കൊണ്ട് മൈൻഡ് പോലും ചെയ്യൂല ഗൈസ് ഇവൻ നമ്മളെയൊന്നും. നീ കിടന്ന് വിളിച്ചത് കൊണ്ട് അവിടെ വെച്ച് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ എന്റെ കൊച്ചിന്? ഓക്കെ ഞാൻ വരാം. അങ്ങനെ വീട്ടിൽ എത്തി ഗൈസ്. അപ്പോൾ 2 ദിവസത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ ലൈക്ക് ഒട്ടും ഇടുന്നില്ലല്ലേ നമ്മളെ ആർക്കും വേണ്ട. നമ്മൾ എന്തോ പറയുമല്ലോ, ഒരു ഡയലോഗ് ഞാൻ കേട്ടതാട്ടോ യൂട്യൂബിൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ലൈക്കിനെ പോലും വേദനിപ്പിക്കാണ്ടാണ് നമുക്ക് വീഡിയോ കണ്ടിട്ട് പോണത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.